മിശിഹായിൽ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠമായ യുവജനങ്ങളും വിശുദ്ധ കുർബാനയും എന്ന ഭാഗമാണ്. എല്ലാവരും സുഖമായിരിക്കുന്നുല്ലോ അല്ലേ? പാഠം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയാകാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പിടിക്കുക. അക്ഷരാനന്തമാ മേയും വചനമേ, അക്ഷയ സാന്ത്വന സംഗീതമേ, ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദ സൗന്ദര്യമേ, കൈതൊഴുന്നേ. നാദസ്വരൂപമേ, കൈതൊഴുന്നേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലവത്താക്കുവാനായിട്ടുള്ള അനുഗ്രഹം അവിടുന്ന് നൽകണമേ. ഈ വിശ്വാസ പരിശീലന വേദിയിൽ അവിടുത്തെ കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപാവരം ചൊരിഞ്ഞ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. എന്താണ് വിശുദ്ധ കുർബാന? നമ്മൾ ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും എല്ലാം പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ TV-യിലൂടെ വിശുദ്ധ കുർബാന കാണുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. രാവിലെ കൃത്യമായിട്ട് കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയി കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് മൊബൈൽ കയ്യിലുള്ളവർ മൊബൈലുമായിട്ടിരുന്ന് ഒക്കെ എല്ലാം മൊബൈലിൻ്റെ ആകർഷണ വലയത്തിലാണല്ലോ. എന്നാൽ എന്താണ് കുർബാന? എന്തിനാണ് കുർബാന? എങ്ങനെയാണ് കുർബാന? ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. നമ്മുടെ ആന്തരിക നിലപാടിൻ്റെ ബാഹ്യവും ആരാധനാപരവുമായ ബഹിർസ്ഫുരണമാണ് ബലി. അതെ, ദിവ്യബലിയെക്കുറിച്ചാണ് വിശുദ്ധ അഗസ്തീനോസ് അങ്ങനെ പറഞ്ഞത്. ഇനി എന്താണ് നമുക്ക് വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന എന്തായിരിക്കും? വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ക്രൈസ്തവരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവായ യേശു നമ്മുടെ മുന്നിൽ എപ്പോഴും സന്നിഹിതനാകുന്നു. എപ്പോഴും സന്നിഹിതനാകുന്ന കർത്താവായ യേശുവെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ കാണുന്നത്. പല കാര്യങ്ങൾ അടങ്ങിയതാണ് വിശുദ്ധ കുർബാന. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അത് നമുക്ക് നോക്കാം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒന്നാമതായി പറഞ്ഞാൽ ഒരു ബലിയാണ്. രണ്ടാമത് അതൊരു കൂദാശയാണ്. ഇനി പറഞ്ഞാൽ അതൊരു അനുസ്മരണമാണ്, സ്നേഹവിരുന്നാണ്, ആരാധനയാണ്, ആഘോഷമാണ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് വിശുദ്ധ കുർബാന. ബലിയാണ്, കൂദാശയാണ്, സ്നേഹവിരുന്നാണ്, അനുസ്മരണമാണ്, ആഘോഷമാണ്, അതോടൊപ്പം ആരാധനയുമാണ്. എന്താണ് ബലി? ബലി എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? ബൈബിൾ എടുത്ത് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് പല ബലികളും നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ബലി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഏതാണ് അത്? ആർക്ക് പറയാം? ആദ്യത്തെ ബലി, യെസ്, ആദ്യത്തെ ബലി ആബേലിൻ്റെ ബലിയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അബ്രഹാമിൻ്റെ ബലി. സ്വന്തം മകനെ
പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് പോകുന്ന അബ്രഹാം സ്വന്തം പുത്രനെ ദൈവത്തിന് കാഴ്ചവെക്കുവാനായി ബലിയർപ്പിക്കുവാനായി പോകുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നു. തുടർന്ന് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മെൽക്കിസദേക്കിന്റെ ബലി. ഇതെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന ബലികളാണ്. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഈ ബലികളെല്ലാം അപൂർണങ്ങളായിരുന്നു. അത് പൂർണ്ണമായത് മറ്റൊരു ബലിയിലൂടെയാണ്. അത് ഏത് ബലിയാണ്? ദൈവത്തിന് അർപ്പിച്ചിരുന്ന നമ്മൾ മേൽ പറഞ്ഞ എല്ലാ ബലികളും പൂർണ്ണമായത് ഒരേ ഒരു ബലിയിലൂടെയാണ്. ആ ബലിയാണ് കർത്താവായ ഈശോ കുരിശിൽ അർപ്പിച്ച ബലി. സ്വന്തം ജീവൻ ലോകത്തിലെ സകലർക്കും വേണ്ടി കുരിശിൽ അർപ്പിച്ച ഈശോ കുരിശിൽ തന്റെ ജീവൻ അർപ്പിക്കുമ്പോൾ ആ ബലിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ഈ കുരിശിലെ ബലിക്ക് ഉള്ള പ്രത്യേകത, അതിലെ ബലിയർപ്പകനും ബലിയും ഒരാൾ തന്നെയാണ്. ബലിയർപ്പകനും ബലിയും ഒരാൾ തന്നെ. കുരിശിൽ സ്വയം ബലിയർപ്പിക്കുകയായിരുന്നു കർത്താവായ ഈശോ. ഓർമ്മയുണ്ടല്ലോ അല്ലേ ടീച്ചർ പഠിപ്പിച്ചത്? ഓക്കെ. അപ്പോൾ ബലിയർപ്പകനും ബലിയും ഒന്നായ കുരിശിലെ ബലി, ആ ബലി മുൻപുണ്ടായിരുന്ന ബലികളെല്ലാം പൂർത്തിയാക്കി. കുരിശിലെ ബലിയിലൂടെയാണ് നേരത്തെ നടത്തപ്പെട്ടിരുന്ന ബലികളെല്ലാം പൂർത്തിയാകുന്നത്. ആ ബലികൾക്കെല്ലാം അതീതവും അവയെ പൂർത്തിയാക്കുന്നതും കുരിശിലെ ബലിയായിരുന്നു. അങ്ങനെ കുരിശിൽ കർത്താവായ ഈശോ രക്തം ചിന്തി ബലിയർപ്പിച്ചു. ഈ രക്തം ചിന്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് യഹൂദരുടെ ഇടയിൽ. അവർക്കൊരു വിശ്വാസമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപമോചനമില്ല. അത് യഹൂദരുടെ വിശ്വാസമായിരുന്നു. യഹൂദർ അങ്ങനെ വിശ്വസിച്ചു പോന്നിരുന്നു. അവർ ബലികൾ അർപ്പിക്കുമ്പോൾ രക്തം ചിന്തിച്ചിരുന്നു. എന്തിൻ്റെ രക്തമായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ബലിയർപ്പിച്ചിരുന്നത്? അവർ ബലിയർപ്പിച്ചിരുന്നത് ആടുമാടുകളെ കൊന്ന് അവയുടെ രക്തം ചിന്തിയായിരുന്നു. എന്നാൽ സകല ജനതകളുടെയും പാപം മോചിക്കുവാനായി ഈശോ സ്വന്തം രക്തം കുരിശിൽ ചിന്തി. ആ മഹത്തായ ത്യാഗം, ആ മഹത്തായ ബലിയുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാനയിലൂടെ പുരോഹിതൻ നമ്മുടെ മുന്നിൽ അർപ്പിക്കുന്നത്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പുരോഹിതൻ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഈശോ, കർത്താവായ ഈശോ നമ്മുടെ മുന്നിൽ സന്നിഹിതനായി നമ്മളോട് പറയുകയാണത്. അതായത് കുരിശിലെ ബലിയുടെ അതേ ആവർത്തനമാണ്. കുരിശിലെ രക്തം ചിന്തിയുള്ള ബലി ഇവിടെ രക്തരഹിതമായ ബലി കുർബാനയിലൂടെ ആവർത്തിക്കപ്പെടുന്നു. മനസ്സിലായോ? ഇനി പറയുമ്പോൾ വിശുദ്ധ കുർബാന സഭയുടെ കൂടി ബലിയാണ്, തിരുസഭയുടെ കൂടി ബലിയാണ്. ഈ ദിവ്യബലിക്ക് 2-3 ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? ഒന്ന്, കർത്താവായ ഈശോയുടെ കർത്തൃത്വം ഏറ്റുപറയുക. കർത്താവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുക. രണ്ടാമതോ, ഈശോയെ ആരാധിക്കുക, സ്തുതിക്കുക, കൃതജ്ഞത അർപ്പിക്കുക. ഇതും പരിശുദ്ധ ബലിയുടെ ഒരു ലക്ഷ്യമാണ്. വിശുദ്ധ ബലിയുടെ ലക്ഷ്യങ്ങളിൽ അടുത്തത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നതാണ്. നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതോടുകൂടി കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. ഇനി തുടർന്ന് പറയുമ്പോൾ ബലിയിലൂടെ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയാണ്. ഇതൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു കുർബാന ഒരു സ്നേഹവിരുന്നാണ്. എങ്ങനെയാണ് കുർബാന സ്നേഹവിരുന്നാകുന്നത്? വിരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പല ആഘോഷ ചടങ്ങുകളിലും പോയി പങ്കെടുക്കുന്ന ഓർമ്മയാണ് നമുക്ക് വരിക, അല്ലേ? ചില വീടുകളിലൊക്കെ നമ്മൾ പോയി നല്ല ഭക്ഷണങ്ങൾ കഴിക്കും, വിരുന്നിൻ്റെ ഭാഗമായി നല്ല പാനീയങ്ങൾ കുടിക്കും, മട്ടൻ കറി, ചിക്കൻ കറി, അങ്ങനെയുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കഴിക്കും.
അതൊക്കെ സ്നേഹവിരുന്നിൻ്റെ ഭാഗമാണ്. എന്നാൽ വിശുദ്ധ കുർബാനയാകുന്ന സ്നേഹവിരുന്ന് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? വിശുദ്ധ കുർബാന ഒരു സ്നേഹവിരുന്നാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി മലമുകളിൽ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ജനങ്ങൾ അവിടെ തടിച്ചുകൂടുകയുണ്ടായി, അല്ലേ? അത് നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വളരെയധികം ജനങ്ങൾ തടിച്ചുകൂടുകയും പിരിഞ്ഞു പോകാതെ വിശന്ന് വലഞ്ഞിട്ടാണെങ്കിലും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു അവർക്ക് ഭക്ഷണം സംഘടിപ്പിച്ചു കൊടുക്കുക. കാരണം അവരാരും വീട്ടിൽ പോകാതെ ഇരിക്കുകയാണ്. ഇത് കേട്ട ശിഷ്യന്മാർ ഉടൻ തന്നെ ഭക്ഷണത്തിനായി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആ പ്രദേശത്ത് തൽക്കാലം ഭക്ഷണങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. ഭക്ഷണം ലഭ്യമല്ലാതിരുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണം കൊടുത്തേ പറ്റൂ എന്നൊരു സ്ഥിതി വന്നപ്പോൾ ഈശോ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഈശോ നോക്കുമ്പോൾ ഒരു ബാലൻ്റെ കയ്യിലൊരു കുട്ടയുണ്ട്. ആ കുട്ടയിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഈ 2 മീനുകളും 5 അപ്പവുമുള്ള ആ കുട്ട വാങ്ങിച്ച് താഴെ വെച്ചിട്ട് ഈശോ അത് വാഴ്ത്തി പ്രാർത്ഥിച്ചു. ഏകദേശം 5000-ഓളം പുരുഷന്മാരും അതിലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 5000-ഓളം പുരുഷന്മാരെയും സ്ത്രീകളെയും ഈശോ ആ 5 അപ്പം കൊണ്ട് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കി. 5 അപ്പവും 2 മീനും. 12ഓളം കുട്ടികളിൽ അപ്പങ്ങൾ ബാക്കിയുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈശോ ഒരു വിരുന്നവിടെ നൽകി. ഈശോ നൽകിയ വിരുന്നാണത്. 5 അപ്പം കൊണ്ട് 5000-ലധികം പേരെ സംതൃപ്തരാക്കി. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ ഈശോ തന്നെ മുറിച്ച് വിതരണം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരം ദിവ്യകാരുണ്യമായി നമ്മൾ സ്വീകരിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000-ങ്ങളെ തീറ്റിപ്പോറ്റിയവൻ തൻ്റെ ശരീരമായ ദിവ്യകാരുണ്യത്തിൻ്റെ പരമമായ സമൃദ്ധി കൊണ്ട് നമ്മളെ സംതൃപ്തരാക്കുന്നു. ആ ബലിയോടൊപ്പം അല്ലെങ്കിൽ ആ സ്നേഹവിരുന്നിനൊപ്പം മറ്റൊന്നുമില്ല. മറ്റൊന്നും നമുക്ക് വിലമതിക്കുവാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഈശോയുടെ ശരീരം നമുക്ക് നൽകുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പരമമായ സമൃദ്ധി, ആ വിരുന്നിൻ്റെ ഒരു ആസ്വാദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദിവ്യമായ ശരീരം, ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുർബാന പൂർണ്ണമാകുന്നില്ല. എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് ഈശോ ശിഷ്യന്മാരോട് അന്ത്യത്താഴവേളയിൽ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ വൈദികൻ നമ്മുടെ കുർബാനയിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് വാങ്ങി ഭക്ഷിച്ച് നമ്മൾ കുർബാനയിൽ പൂർണ്ണമായും പങ്കെടുക്കണം, അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു യോഗ്യതയെക്കുറിച്ച്? യെസ്, അതെ, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുമ്പസാരിച്ചിരിക്കണം. എന്നാൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് പ്രസാദവരം ഉണ്ടായിരിക്കണം. രണ്ടാമത്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിക്കവർക്കും അറിയാമെങ്കിലും പലരും ചെയ്യാത്തൊരു കാര്യമാണ് 1 മണിക്കൂർ ഉപവസിക്കണം. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 7 മണിക്കുള്ള അല്ലെങ്കിൽ 6 മണിക്കുള്ള കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ഉപവസിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം ഒന്നും ഭക്ഷണം കഴിക്കാൻ അതിനോട് പറ്റില്ല. അല്ലാതെയുള്ള കുർബാനകളിൽ നമ്മൾ കുർബാന സ്വീകരിക്കണമെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് നമ്മൾ ഉപവസിക്കണം എന്നുള്ളതാണ് ഒരു യോഗ്യത. ഉപവസിച്ച ശേഷമാണ് കുർബാനയിൽ പങ്കുകൊള്ളേണ്ടത്. ഇനി മൂന്നാമതോ, വേണ്ടത്ര ഭക്തിയും ഒരുക്കവും കുർബാനയിൽ സ്വീകരിക്കുവാനായി നമുക്കുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനം. എന്നാൽ ഗൗരവതരമായ പാപങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുരഞ്ജനത്തിൻ്റെ കൂദാശ ചെയ്ത ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ 1, പ്രസാദവരം ഉണ്ടായിരിക്കണം.
2 ഉപവസിച്ചിരിക്കണം. 3 എന്താണ്? കൃത്യമായ ഒരുക്കവും ഭക്തിയും കൂടി നമുക്ക് വേണം. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഓരോ അവസരത്തിലും വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കാം, ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കാം എന്ന് സഭ പറയുന്നുണ്ടെങ്കിലും അയോഗ്യതയോടുകൂടി നമ്മൾ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അയോഗ്യത എന്ന് പറയുമ്പോൾ നമുക്ക് കുർബാന സ്വീകരിക്കാൻ വേണ്ട യോഗ്യത തൽക്കാലം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വീകരിക്കാതിരിക്കുന്നതാണ്. കാരണം അനുരഞ്ജനത്തിന്റെ കൂദാശ നമ്മളവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇന്നത്തെ ഞാൻ തരുന്ന പ്രവർത്തനം ഇതാണ്. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, എന്തായിരിക്കണം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇതൊന്നും അത്ര ഗൗരവമായി കാണണ്ട. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, ഒരു കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ടീച്ചറിന് എഴുതി അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈ.